ബി.ജെ.പിയെ സംബന്ധിച്ച് കേരളം ഒരു ബാലികാറാമലയാണെങ്കിലും അടുത്ത കാലങ്ങളിലായി ഇവർക്ക് അനുകൂലമായി ചെറിയ തോതിലെങ്കിലും ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചത് നാം കണ്ടതാണ്. 1980 മുതൽ രൂപീകരിച്ച പാർട്ടിക്ക് കേരളത്തിൽ അനുകൂലമല്ലാത്ത പരിസ്ഥിതിയായിരുന്നിട്ട് പോലും അവരുടെ സ്ഥിരോത്സാഹമാണ് കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് വഴിവെട്ടിയതെന്ന് പറയാം. 2016 ഒ രാജഗോപാൽ നിയമമണ്ഡലത്തിൽ വിജയിച്ചുകൊണ്ട് കേരളത്തിലെ ബി.ജെ.പിയുടെ ആദ്യ MLA ആയി മാറി. പിന്നീട് അങ്ങോട്ട് പല കാലങ്ങളിലായി ചെറുതും വലുതുമായ പല നേട്ടങ്ങളും ബി.ജെ.പി കൊയ്തിട്ടുണ്ട്. ബി.ജെ.പി കേരളത്തിൽ താമര വിരിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ പല ട്രോളുകളും ഒരു സമയത്ത് ഇറങ്ങിയിരുന്നുവെങ്കിലും 2016 ആദ്യ അക്കൗണ്ട് നിയമത്ത് ബി.ജെ.പി തുറക്കുമെന്നും ഒരു വിജയമുണ്ടാകുമെന്നും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, അന്ന് ബി.ജെ.പിയുടെ വിത്ത് കേരളം പോലെ സംഘപരിവാറിനെയും ബി.ജെ.പിയെയും എതിർത്തൊരു സംസ്ഥാനത്ത് വിരിയിച്ചു എന്നതാണ് മോദി സർക്കാരിന്റെ മുന്നേറ്റങ്ങളിൽ ഏറ്റവും വലുതും. പിന്നീട് 2016 ചലച്ചിത്ര താരമായ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയും ബി.ജെ.പിയിൽ ചേരുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതും പിന്നീട് ബി.ജെ.പിയുടെ സജീവ സാന്നിധ്യമായി മാറിയതും കേന്ദ്രമന്ത്രിയായതുമൊക്കെ കണ്ടതാണ്. വഖഫ് വിഷയത്തിൽ പോലും ബി.ജെ.പി എടുത്ത നിലപാട് മുനമ്പത്തെ സമരപ്പന്തലിനെ താമര എന്ന ചിഹ്നത്തിലേക്ക് മാറ്റിക്കുത്തുവാൻ ചിന്തിപ്പിച്ചു എന്നതും മോദി സർക്കാരിന്റെ മുന്നേറ്റത്തിന്റെ ഒരു വഴിത്തിരിവാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി കേരളത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയവുമാണിത്. മാത്രമല്ല, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെയായി നിയോഗിച്ച ബി.ജെ.പി നേതാക്കളുടെ കാര്യവും ശ്രദ്ധിച്ചാലും ഏറ്റവും മികച്ച നേതാക്കളെ തന്നെയാണ് കേന്ദ്ര നേതൃത്വം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിയോഗിച്ചിട്ടുള്ളത്. തമിഴകത്തേക്ക് നോക്കുകയാണെങ്കിൽ IPS ഓഫീസറായ അണ്ണാമലയായിരുന്നു ബി.ജെ.പി നേതൃത്വം മുന്നിൽ നിർത്തിയിരുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് അണ്ണാമലൈ തമിഴ്നാട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയത്. തിരുവനന്തപുരത്തേക്ക് നോക്കിയാലും കേരളത്തെ നയിക്കുവാൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് ബി.ജെ.പിയുടെ എക്കാലത്തെ മികച്ച നേതാവായ രാജീവ് ചന്ദ്രശേഖർ ആണ്. കൂടാതെ തൃശൂരിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോഴും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും വോട്ടുമെല്ലാം കേന്ദ്ര നേതൃത്വം ആദ്യമേ കണക്കുകൂട്ടി കണ്ട കാര്യമാണ്. ഹൈവേ വികസനം, കുടിവെള്ളക്ഷാമം, അങ്ങനെ സുരേഷ് ഗോപി നടത്തിയ പല സാമൂഹ്യ ഇടപെടലുകളും അതിന് കാരണമായി എന്നും പറയാം. ഇപ്പോഴിതാ കേന്ദ്രമന്ത്രിയും സിനിമാ താരവുമായ സുരേഷ് ഗോപിക്ക് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്ന് ജയറാമും ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. ഇതിനു മുമ്പ് നടൻ മോഹൻലാലും ബി.ജെ.പിയിൽ ചേരുമെന്ന തരത്തിലുള്ള വാർത്തകൾ ജനങ്ങൾക്കിടയിലും ബി.ജെ.പിക്കിടയിലും പ്രചരിച്ചിരുന്നു. എങ്കിലും ഇന്നും മോഹൻലാലിന്റെ ഔദ്യോഗിക ബി.ജെ.പി പ്രവേശനം അവ്യക്തമായി തുടരുകയാണ്. ഈ സമയമാണ് ജയറാമിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. കൂടാതെ 2016 കളമശ്ശേരിയിൽ NDA സ്ഥാനാർത്ഥി ഗോപകുമാറിന് വേണ്ടി പ്രചരണത്തിനെത്തിയതും റോഡ് ഷോ നടത്തിയതും അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചതിനോടൊപ്പം ഇപ്പോൾ പുറത്തുവന്ന അഭ്യൂഹത്തിന് ആക്കം കൂട്ടുന്ന ഒന്നുകൂടിയാണ്. കൂടാതെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ വിമർശിച്ചവരും ബി.ജെ.പിയിൽ അദ്ദേഹം എങ്ങനെ എത്തിപ്പെട്ടുവെന്ന ആശ്ചര്യം പ്രകടിപ്പിച്ചവരും നിരവധിയായിരുന്ന സമയത്ത് പോലും സുരേഷ് ഗോപിയെ പിന്തുണച്ച് ജയറാം എത്തിയിരുന്നു. 100% സത്യസന്ധമായി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. സുരേഷ് ചെയ്യുന്ന കാര്യങ്ങളിൽ കള്ളത്തരങ്ങളൊന്നുമില്ല എന്നും ജയറാം മനോരമ ന്യൂസിലെ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ പങ്കുവച്ചിരുന്നു. അഭ്യൂഹങ്ങൾ ശക്തമായി പരക്കുന്ന സാഹചര്യത്തിൽ ഇനി ജയറാം കൂടി ബി.ജെ.പി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.